നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് തീർന്നുവെന്ന് കരുതിയതാണ്. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ പ്രവാസികളും ഏറെ ആശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ പ്രവാസികൾക്ക് അടുത്ത പണി വന്നിരിക്കുകയാണ്. അബുദാബിയിൽ ഒട്ടുമിക്കവരും വാക്സിൻ സ്വീകരിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് ഒരു ഉഗ്രൻ ഓഫറാണ് അബുദാബി മുന്നോട്ട് വയ്ക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ PCR പരിശോധനാ ഫലം മതിയാകുമെന്നാണ് അബുദാബി പറയുന്നത്. അതും 48 മണിക്കൂറിനകമുള്ള PCR പരിശോധനാ ഫലമാണ് ഹാജരാക്കേണ്ടത്. ദേശീയ ദുരന്ത നിവാരണ സമിതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ എത്തിയവർക്കും ഈ തീരുമാനം ബാധകമാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാനും 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR പരിശോധനാ ഫലം മതിയാകും. വാക്സിൻ എടുക്കാത്തവർക്കാണ് ഇത്തരത്തിൽ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ പൊതുസ്ഥലങ്ങളിലേക്കും പൊതു ചടങ്ങുകളിലേക്കും പ്രവേശനം അനുവദിച്ചിരുന്നത് വാക്സിൻ എടുത്ത അൽ ഹുസൻ ആപ്പിൽ ഗ്രീൻ പാസ് ഉള്ളവർക്ക് മാത്രമായിരുന്നു. എന്നാൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ PCR ടെസ്റ്റ് എടുത്ത താമസക്കാർക്ക് 14 ദിവസത്തേക്കും സന്ദർശകർക്ക് 7 ദിവസത്തേക്കുമാണ് അൽ ഹുസൻ ആപ്പിൽ ഗ്രീൻ പാസ് തെളിയുക. ഗ്രീൻ പാസ് നിലനിർത്താൻ തുല്യ കാലയളവിൽ PCR പരിശോധന നടത്തേണ്ടതാണ്. തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് വേണ്ടെന്നാണ് നിർദ്ദേശമെങ്കിലും അടച്ചിട്ട മുറികളിൽ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാസ്ക് നിർബന്ധമായും ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്ന കർശന നിബന്ധനയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോവിഡ് കേസുകൾ കുറഞ്ഞുവെങ്കിലും കോവിഡിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ പൂർണ്ണമായും ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും തന്നെ എടുത്തു കളഞ്ഞിട്ടില്ല. ഇത്തരം നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.